പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ രാജ്ഘട്ടിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. എല്ലാ ഗാന്ധി ജയന്തി ദിനത്തിലും അദ്ദേഹം രാജ്ഘട്ടിൽ എത്താറുണ്ട്. വാക്കും പ്രവൃത്തിയും കൂട്ടിയോജിപ്പിച്ചൊരു വലിയ ജനനേതാവിൻ്റെ ജന്മദിനമാണ് ഇന്ന് ആഘോഷിക്കുന്നത്. ജീവിതം കൊണ്ട് ആളുകളെ ഗാന്ധിസത്തിൻ്റെയും അക്രമരഹിതമായ മാർഗത്തിൻ്റെയും വഴികൾ പഠിപ്പിച്ച ഗാന്ധിയുടെ ജന്മദിനം ലോകരാജ്യങ്ങളൊക്കെ തന്നെ ആചരിക്കുന്നുണ്ട്. ഇന്ത്യയിലും ഇന്ന് ഗാന്ധി ജയന്തിയാണ്. മഹാത്മാഗാന്ധിയുടെ ഓർമ്മയിലാണ് ഒരു രാജ്യം. ഹാപ് നേക്കഡ് ഫക്കീർ എന്ന ബ്രിട്ടീഷുകാരനെ കൊണ്ട് പരിഹസിക്കുമ്പോഴും ഒരുപക്ഷേ ഈ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിലേക്ക് വെളിച്ചത്തിൻ്റെ ഏറ്റവും വലിയ സ്രോതസ്സായി മാറിയ ഒരു ഗാന്ധിജി ഈ കൊളോണിയൽ ശക്തിയെ അട്ടിമറിച്ച ഒരു വലിയ പവറായിരുന്നു മഹാത്മാ. ഒരുപക്ഷെ അദ്ദേഹം ഈ ആഫ്രിക്കൻ നാടുകൾ നടത്തിയ സമരത്തിൻ്റെ തുടർച്ചയായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തെ നയിക്കാനെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറയെ ഒരു വലിയ ശക്തിയോട് അടരാടാൻ ഉള്ള ഒരു കരുത്ത് ഇന്ത്യക്കുണ്ടോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ചിന്ത. എന്നാൽ അഹിംസയും അക്രമരാഹിത്യവും ഈ രണ്ട് ആയുധങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാരനെ മുട്ടുകുത്തിക്കാൻ കഴിയും എന്ന് ഗാന്ധിജി വിശ്വസിച്ചു. ഇപ്പോൾ രാജ്ഘട്ടിൽ പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു. അദ്ദേഹം ഗാന്ധി ജയന്തി ദിനമായി ഇന്ന് അഞ്ജലി അർപ്പിക്കുകയാണ്. വിശദാംശങ്ങളുമായി നമുക്കൊപ്പം രാജ്ഘട്ടിൽ നിന്ന് ചേരുകയാണ് ബൽറാം. എന്തൊക്കെയാണ് വിവരങ്ങൾ? രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 155-ാം ജന്മവാർഷിക ദിനമാണ് ഇന്ന്. രാജ്യമെങ്ങും വലിയ ആഘോഷ പരിപാടികൾ മഹാത്മാവിൻ്റെ ജന്മദിനത്തോട് അനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും വലിയ ആഘോഷ പരിപാടികൾ, ഔപചാരിക ചടങ്ങുകൾ എല്ലാം തന്നെ നടക്കുന്നത് മഹാത്മാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന ഡൽഹിയിലെ രാജ്ഘട്ടിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖർ അവിടെ എത്തി ആദരം അർപ്പിക്കും. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഘട്ടിൽ എത്തിയിരിക്കുകയാണ്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് അദ്ദേഹം പുഷ്പാർച്ചന നടത്തുന്നു, പ്രാർത്ഥന നടത്തുന്നു. അല്പസമയം മുമ്പ് നിരവധി മറ്റ് നേതാക്കൾ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കൂടാതെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന, ഡൽഹി മുഖ്യമന്ത്രി അതിഷി അടക്കമുള്ളവർ രാജ്ഘട്ടിൽ എത്തി പുഷ്പാർച്ചന നടത്തിയിരുന്നു. രാജ്ഘട്ടിൽ ഇന്ന് പ്രത്യേക പ്രാർത്ഥനകൾ മഹാത്മാവിൻ്റെ ജന്മദിനത്തോട് അനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. സമാനമായി ഗാന്ധിജിയുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന മറ്റിടങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ പ്രത്യേക പ്രാർത്ഥനകളും സമ്മേളനങ്ങളും മറ്റ് പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. രാജ്യമെങ്ങും ശുചീകരണ യജ്ഞങ്ങൾ മഹാത്മാവിൻ്റെ ജന്മദിനത്തോട് അനുബന്ധിച്ച് ഇന്ന് ഒരുക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഔപചാരികമായി ഒരുക്കിയ ചടങ്ങുകൾക്കൊപ്പം തന്നെ രാഷ്ട്രപിതാവിനോടുള്ള സ്നേഹാർത്ഥം പൊതുജനങ്ങൾ ഒരുക്കിയ പരിപാടികൾ ഓരോ ഇടങ്ങളിലും, ഓരോ ഗ്രാമാന്തരങ്ങളിലും പ്രത്യേകമായുണ്ട്. അതിൻ്റെ ഔപചാരികമായ ചടങ്ങുകളാണ് ഇപ്പോൾ രാജ്ഘട്ടിൽ നടക്കുന്നത്. പ്രധാനമന്ത്രി രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തിയിരിക്കുന്നു. രാഷ്ട്രപതി അടക്കമുള്ള മറ്റു നേതാക്കളും അല്പസമയത്തിനകം തന്നെ രാജ്ഘട്ടിൽ എത്തും. ഔപചാരികമായ ചടങ്ങുകൾ രാജ്ഘട്ട്, ഒപ്പം തന്നെ ഡൽഹിയിൽ മഹാത്മാവ് വെടിയേറ്റ് വീണ ബിർള ഹൗസ്, ഗാന്ധി സ്മൃതി എന്നിവിടങ്ങളിലാണ് പ്രധാനമായും നടക്കുക. രണ്ടിടങ്ങളിലും പ്രത്യേകമായ പ്രാർത്ഥനകൾ മഹാത്മാവിൻ്റെ ജന്മദിന വാർഷികത്തോട് അനുബന്ധിച്ച് എല്ലാ വർഷവും നടത്താറുണ്ട്. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഔപചാരികമായ ശുചീകരണ യജ്ഞങ്ങൾ പലയിടങ്ങളിലും നടത്തുന്നുണ്ട്. ഈ ഗാന്ധി ജയന്തി ആഘോഷത്തിൻ്റെ ഭാഗമായി കൊണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഔപചാരിക പരിപാടി എന്നുള്ളത് ഗാന്ധി സ്മൃതിയിലുള്ള പ്രത്യേക പ്രാർത്ഥനയും പുഷ്പാർച്ചനയും തന്നെയാണ്. ആ ചടങ്ങുകൾ പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഇപ്പോൾ രാജ്ഘട്ടിൽ എത്തി മഹാത്മാവിന് പുഷ്പാർച്ചന നടത്തുകയാണ്. SKN.